ഇത് പന്നൂർ ഗ്രാമം. തെങ്ങോലകളുടെ പച്ചപ്പും മഞ്ഞുതുള്ളികളുടെ ശീതളിമയും ഹരിത രാഷ്ട്രീയത്തിൻ്റെ ഊഷ്മളതയും കൊണ്ട് അനുഗ്രഹീതമായ ഉത്തര കേരളത്തിലെ സുന്ദര ഗ്രാമം. അങ്ങനെ എന്ത് പറയാൻ, ഈ ദാവൂദ് ഇബ്രാഹിമും കൂട്ടരും എന്നും രാവിലെ എൻ്റെ അടുത്ത് വന്നു ഒരു സുലൈമാൻ അടിക്കാത്ത ദിവസം ഉണ്ടായില്ല. ഓരപ്പുറം ചെറിയ കൊട്ടേഷൻ കേസുകൾക്ക് ഞാൻ പോകാറുണ്ടായിരുന്നു. ദാവൂദ് എപ്പോഴും എന്നോട് പറഞ്ഞൊരു വാക്കുണ്ടായി, ബിലാൽക്കാ പക്കോട മുഷ്കിൽ നഹി എന്നാ മുൻകിന്. ബിലാൽഖാന്റെ പക്കോട ഒന്ന് വേറെ തന്നെയാണ്. ഓ ഭഗവാൻ, ഇതിലും നല്ലത് കൊറോണ വന്നിട്ട് മരിച്ചാ മതിയനി. ഓ ആവൂല. ആരൊക്കെയാ അത്? കൊറേ ആയല്ലോ നിങ്ങളൊക്കെ കണ്ടിട്ട്. ഞാനിപ്പോ ബാംഗ്ലൂരല്ലക്കാ, എലക്ഷനൊക്കെ ആയതുകൊണ്ട് ഇങ്ങോട്ട് പോന്നാ. ശരി. എനിക്ക് ഇങ്ങോട്ട് വരണമെന്നില്ല, ജയിക്കല് ഞങ്ങളെ പാർട്ടിയോ ജയിക്കൂ. അത് നീ ഒറ്റക്കങ്ങോട്ട് തീരുമാനിച്ചാ പോരല്ലോ, ഒന്ന് പോടേ. അല്ല, ഞങ്ങളെ പാർട്ടിയെ പറ്റി നീ എന്താ വിചാരിച്ചു? ഓ, നമ്മള് കൊറേ വിചാരിച്ചിരിക്കും നിങ്ങളെ പറ്റി. എന്ത് വിചാരിച്ചത്? Everybody in the house, see the boys in town. Moving close together just to catch that killer. Make no mistake, this is not time won't see the pain till they get him slain. We're talking, sing the story about the four real brothers. Brothers, 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 brothers. Muruga, party kiduva. Allah Bilalika. ഇതെന്താ പ്രച്ഛന്ന വേഷോ? ആണ്ടാ, പ്രച്ഛന്നവേഷം തന്നെ. നിങ്ങളിവിടെ കുറെ ചലിച്ചല്ലോ. രാഷ്ട്രീയം എന്താ, ലോകം എന്താ, ജീവിതം എന്താന്ന് അറിയാതെ ഇപ്പം ഞാൻ കാണിക്കുന്നൊന്നുമല്ലടാ പ്രച്ഛന്നവേഷം. ഇപ്പം ഭരിക്കുന്നവരുണ്ടല്ലോ, ഓരാണ്ടവിടെ വേഷം കെട്ടി നടക്കുന്നത്. നിങ്ങൾ കാണുന്ന പന്നൂരങ്ങാടി ഇതിന്റെ വളർച്ചയെല്ലാം നേരി കണ്ട ഒരാളാണ്. പണ്ടുള്ള വലിയ വലിയ മഹാന്മാരാൽ ഈ നാട് ഇത്രത്തോളം പുരോഗതി വരിച്ചു. അതിനുശേഷം ഈയാമ്പാറ്റകളെ പോലെ വേറൊരു കൂട്ടർ. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, ഓരിവിടെ എന്താ ഉണ്ടാക്കി? ബോണ്ട. അല്ല, ബോണ്ട ഉണ്ടാക്കാൻ കഴിഞ്ഞ് ഇനി പഴംപൊരി ഉണ്ടാക്കാൻ. ഓന് മനസ്സിലായി ഓനോടെ എന്താ ഉണ്ടാക്കിയത്. എന്താ മോളെ, ഈ എങ്ങോട്ടാപ്പോ? എനിക്ക് കേക്കിന്റെ ഓർഡർ ഉണ്ടേനെ, അപ്പൊ സാധനങ്ങൾ മേടിക്കാൻ പന്നൂരേക്ക് ഒന്ന് പോണ്ടീനി. ബീർബായിനോട് എന്നെ പന്നൂർ അങ്ങാടിലാക്കി തരാൻ പറയോ? അപ്പേക്കും പുറത്തേക്ക് ചാടിയോ? ഇവിടെ പഴംപൊരിയും പൊക്കോടി ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ആത്മാർത്ഥത എന്താ ഇവനിപ്പോ? എനിക്കാണെങ്കിൽ ആണും പെണ്ണുമായിട്ട് ഇവള് മാത്രമേ ഉള്ളതാണ്. ചേട്ടാ അന്തർജാ. അല്ല മോളെ, ഇവിടുന്ന് പന്നൂർ അങ്ങാടി വരെ എനിക്ക് നടന്നു പോകാൻ പറ്റൂലേ? ഇന്റെ മോക്കറിയോ? പണ്ടേ നിങ്ങളെല്ലാവരും കേൾക്കാൻ വേണ്ടി പറയാ, കിഴക്കോത്ത് പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട അങ്ങാടികളിലൊന്നാണ് പന്നൂര് കുറ്റിയോങ്ങുവാൽ അങ്ങാടി. ഒന്ന് കുന്നോത്തുവാൽ ഭാഗം, വട്ടപ്പാറ പൊയിൽ ഭാഗം, നീരാട്ടുപാറ ഭാഗം, കന്നിപ്പൊയിൽ ഭാഗം. ഈ 4 പ്രദേശത്തുള്ള എല്ലാവരും ഒത്തുചേരുന്ന ഒരങ്ങാടിയായിരുന്നു നമ്മളെ പന്നൂർ അങ്ങാടി. നിങ്ങൾക്കറിയോ, പണ്ടൊക്കെ പുറത്തു നിന്നും ഈ നാട്ടിലെത്തിപ്പെടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അന്ന് ഞമ്മക്കുണ്ടായിരുന്ന ബസ് സർവീസായിരുന്നു KTC ബസ്. അതൊന്നും മറുവീട്ടിൽ താൻ വരെ ഉണ്ടായില്ലേനി. അതെന്തായിരുന്നോ, അന്ന് ഇങ്ങോട്ടുള്ള റോഡൊക്കെ ചളിയും കുണ്ടും നിറഞ്ഞിട്ട് നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. അന്നൊക്കെ നമ്മുടെ നാടിന് വേണ്ടി രാവും പകലും ഇല്ലാതെ പ്രവർത്തിച്ച ഒരാളായിരുന്നു ആലിമാഷ്. ഈ ആലിമാഷെ കാണുമ്പോൾ നമ്മളൊരു പഴയ MLA അല്ലേ, PV മുഹമ്മദ് സാഹിബ്. മൂപ്പരെപ്പോഴും പറയുമായിരുന്നു പോലും, ആരാമ്പറം കാഞ്ഞിരമുക്ക് റോഡ് വരുന്നേ. അങ്ങനെ അക്കാലത്ത് UDF ഭരണത്തിലാണ് നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് റോഡും ബസ് സർവീസും എല്ലാം ഉണ്ടായത്.
ഓ എൻ്റെ അപ്പാ ഞാൻ നടന്നു പോയിക്കോളാം. അതാണ് ആരോഗ്യത്തിന് നല്ലത്. മോള് പോയിക്കോ. ആ, നിങ്ങൾക്കറിയോ, ഇപ്പോഴൊക്കെ ഈ പഞ്ചായത്തിലെ ഒരുപാട് ഫണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പണ്ടതൊന്നുമില്ലേ ഇനി. അന്ന് മുസ്ലിം ലീഗ് കൊണ്ടുവന്ന ഒരു സംഭവം ഇനി CCS എന്നൊരു സംഘടന. ഈ സംഘടന കൊണ്ട് ഈ നാട്ടിന് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. CCS അതെനിക്കറിയാം, ബാപ്പന്റെ കാലത്തേ ഉള്ളതാണ്. ആ, എൻ്റെ ബാപ്പാന്നല്ല, ഈ നാട്ടിൽ വലിയ ഉപകാരം കിട്ടിയ ഒരുപാട് ആളുകളുണ്ട്. അവരോടൊക്കെ പോയെന്ന് അന്വേഷിച്ച് നോക്ക്. നിങ്ങൾക്കറിയോ, പണ്ട് കാലത്ത് ഈ TV ഇതെന്താണെന്ന് പോലും അറിയാത്ത ഒരുപാട് ആളുകളുണ്ടായിരുന്നു. TV ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് ഒരു വായനശാല തുടങ്ങിയത്. ഇത് ഈ നാട്ടിലെ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. ആ കദീസുമ്മ എങ്ങോട്ടാ? എന്ത് പറയാനാ മോളെ, ഒന്ന് ഫ്രഷർ ചെക്ക് ചെയ്യാൻ വേണ്ടിട്ടേ ഹെൽത്ത് സെന്റർ വരെ ഒന്ന് പോട്ടം വെച്ച്. നിങ്ങൾക്ക് എന്നാ വേറെ ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ കാണിച്ചൂടെ? ഇന്റെ മോക്കറിയോ, തോട്ടുങ്കരുള്ള ഒരു മുഹമ്മദ് ഹാജി ഉണ്ടായിരുന്നു. മൂപ്പര് വെറുതെ കൊടുത്തതാണ് ഈ കാണുന്ന ഹെൽത്ത് സെന്ററിന്റെ സ്ഥലം. നമ്മളെ ആലി മാസ്റ്റർ കൊണ്ടുവന്നാണല്ലോ ഈ ഹെൽത്ത് സെന്റർ. നമ്മളെ പാവങ്ങൾക്ക് അങ്ങോട്ടൊക്കെ അല്ലേ പോകാൻ പറ്റുള്ളൂ എന്റെ മോളെ. ആലിമാസ്റ്ററെ കുറിച്ച് ഉപ്പ എപ്പോഴും പറയാറുണ്ട്. മോളെ ഞാൻ പോട്ടെ കേട്ടോ. ഞാൻ എന്നാ ശരി കദീസുമ്മ. സലാം. 3 പതിറ്റാണ്ട് മുമ്പ് പന്നൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങൾക്ക് ആശ്രയകേന്ദ്രമായി UDF ആരോഗ്യരംഗത്ത് പടുത്തുയർത്തിയതാണ് കുന്നോത്തുവയൽ ഹെൽത്ത് സബ് സെന്റർ. അല്ല ബിലാൽക്ക, അച്ഛൻ എപ്പോഴും ഒരാളുടെ പേര് പറയാറുണ്ട്, ഒരു ആലി മാസ്റ്റർ. ആലിമാഷെ കൊണ്ട് ഈ നാട്ടിൽ ഒരുപാട് ഉപകാരങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. 94 തോന്നുന്നു, മുസ്ലിം ലീഗിൻ്റെ ആലി മാസ്റ്റർ മെമ്പറായിരിക്കുന്ന കാലത്താണ് ഇവിടെ അംഗനവാടി ഉണ്ടാകുന്നത്. ഇതിന് സൗജന്യമായ സ്ഥലം കൊടുത്ത ആളുണ്ടായിരുന്നു, ദാരോത്തിക്കൻ്റെ ഹുസൈൻ ഹാജി. പന്നൂരിലെ രണ്ടാമത്തെ അംഗനവാടി കെട്ടിടം പൊയിലിൽ മുക്കിലെ വാടക കെട്ടിടത്തിൽ നിന്ന് കരിക്കിരിക്കണ്ടിയിൽ വിനീത ഭാസ്കരൻ സൗജന്യമായി നൽകിയ സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചത് UDF മെമ്പറായിരുന്ന കുറ്റിയങ്ങിൽ ഖാദർ സാഹിബായിരുന്നു. ഇങ്ങക്കറിയാത്ത ഒരുപാട് കഥകളുണ്ടോ? അല്ല പിന്നെ ഇങ്ങോട്ട് വരും, ഞാൻ കാണിച്ചു. ഇന്നിവിടെ കാണുന്ന എല്ലാ വികസനത്തിനും തുടക്കം ഇവിടെ നിന്നാണ്. അന്നിവിടെ എല്ലാവരുടെയും മെയിൻ പ്രശ്നം വൈദ്യുതിയായിരുന്നു. ചില വീടുകളിൽ കറണ്ട് ഉണ്ടായിരുന്നെങ്കിലും മണ്ണെണ്ണ വിളക്കിനെ പോലും വെട്ടുണ്ടായിരുന്നു. UDF മുന്നണിയുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായി ജനങ്ങളിൽ നിന്നൊക്കെ കുറച്ച് പണം പിരിച്ച് സ്ഥാപിച്ചതാണ് ഈ കാണുന്ന ട്രാൻസ്ഫോമർ. അക്കാലത്ത് കട്ടിൽക്കുന്ന് നീരാട്ടുപാറ നിവാസികളുടെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു കുടിവെള്ളക്ഷാമം. അന്ന് തോട്ടുങ്കര മുഹമ്മദാജി സൗജന്യമായി കൊടുത്ത സ്ഥലത്ത് ഒരു കിണറും അതുപോലെ കട്ടിൽക്കുന്ന് മലയിൽ ഒരു ടാങ്കും നിർമ്മിച്ചു. ആ സ്ഥലത്ത് തന്നെ 150ഓളം കുടുംബങ്ങൾക്ക് ഇതൊരു ഉപകാരമായി. UDFും ആലിമാഷും ഈ നാടിന് നൽകിയ നേട്ടങ്ങളിൽ വലിയൊരു തെളിവാണ് ഈ പഞ്ചായത്തിലെ തന്നെ ഏറ്റവും നല്ല കുടിവെള്ള പദ്ധതിയായ കുന്നോത്തുവയൽ കുടിവെള്ള പദ്ധതി. ബരി അടുത്ത കാണിച്ചു. പന്നൂരിലെ ജനങ്ങളുടെ പ്രാഥമിക ആവശ്യങ്ങളിലൊന്നായ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി K. ആലി മാസ്റ്ററുടെ നേതൃത്വത്തിൽ UDF സമ്മാനിച്ചതാണ് കിഴക്കോത്ത് പഞ്ചായത്തിലെ ഏറ്റവും മികച്ച കുടിവെള്ള പദ്ധതിയായ കുന്നോത്തുവയൽ കുടിവെള്ള പദ്ധതി. ഈ പദ്ധതി 2001 നാടിന് സമർപ്പിച്ചത് അന്നത്തെ MLA ആയിരുന്ന C. മമ്മൂട്ടി സാഹിബാണ്. ഈ വഴിയെ പണ്ട് ചളിയും വെള്ളമായിട്ട് ആകെ നാശമായി കിടക്കുന്നതേ പണ്ട് ഒരുപാട് പറഞ്ഞു കേട്ടിരിക്കുന്നു. കേട്ടതൊക്കെ സത്യം തന്നെയാണ്. ഇതിലൂടെ നടന്നു പോകാന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു സർക്കസ് തന്നെയാണ്. കുന്നോത്തുവയൽ മുതൽ കണ്ടിയിൽത്തായം വരെ കോൺക്രീറ്റ് നടപ്പാതുണ്ടാക്കിയത് ആലി മാഷുടെയും UDFിൻ്റെയും ശ്രമം കൊണ്ട് മാത്രമാണ്. ഇന്ന് കാണുന്ന റോഡുകൾ ഒന്നുമില്ലാത്ത കാലത്ത് കുന്നോത്തുവയലിൽ നിന്നും കണ്ടിയിൽ ഭാഗത്തേക്ക് എത്തിച്ചേരുക എന്നത് പ്രത്യേകിച്ച് മഴക്കാലത്ത് ഏറെ പ്രയാസകരമായിരുന്നു.
ചളിയും വെള്ളവും താണ്ടാതെ സാധാരണക്കാരന് വീടുകളിലേക്ക് വഴിയൊരുക്കിയത് വിവിധ ഘട്ടങ്ങളായി ഫണ്ട് വകയിരുത്തി ദീർഘനീളത്തിൽ കണ്ടിയിൽ ഭാഗത്തേക്ക് നടപ്പാത നിർമ്മിച്ചതും UDF ഭരണസമിതികളാണ്. ഈ സിദ്ധ ഡിസ്പെൻസറി ഇതിപ്പോ ഈ കഴിഞ്ഞ ഭരണകാലത്തിട്ട് ഉണ്ടാക്കിയതാണോ? ഹായ് 2010-2015 കാലത്ത് അന്ന് UP നബീസി ആയിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ്. അവരാണ് അന്ന് ഡിസ്പെൻസറി പന്നൂരിലേക്ക് കൊണ്ടുവരുന്നത്. അന്ന് ഇതൊരു വാടക ബിൽഡിങ്ങിലായിരുന്നു. പിന്നെ ഇത് UDFന്റെ ഭരണകാലത്ത് സാംസ്കാരിക നിലയത്തിലേക്ക് മാറ്റി. ഇതൊന്നുമല്ല പറയാനാണെങ്കിൽ ഇനി എത്ര പറയാനുണ്ട്. പന്നൂരിൻ്റെ അടിസ്ഥാന വികസനങ്ങളെല്ലാം നടന്നിട്ടുള്ളത് UDF ഭരണകാലത്താണ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അല്ലേ? വികസനം കുതിച്ചു നിൽക്കുന്ന പന്നൂരിന് പുതിയ മാനങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി UDF ഭരണം വരേണ്ടത് കാലത്തിൻ്റെ അനിവാര്യതയാണ്.